രോഹിതേട്ടാ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത്തേക്ക് ചരിഞ്ഞ ഒരു ജില്ലയായിരുന്നു നമ്മുടെ തലസ്ഥാന ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം. ഒരു ചുവപ്പണിഞ്ഞ ഒരു സാഹചര്യം തന്നെയായിരുന്നു 2021 തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം കണ്ടത്. പക്ഷെ ഇത്തവണ തിരുവനന്തപുരത്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വലിയൊരു UDF തരംഗം തിരുവനന്തപുരത്തും വീശുമോ? ഉറപ്പായിട്ടും തിരുവനന്തപുരത്ത് ഒരു വലിയ ത്രിവർണ്ണ തരംഗം ഉണ്ടാകാനുള്ള സാധ്യത കഴിഞ്ഞ തവണത്തേക്കാൾ. അപ്പോൾ നമ്മൾ ഈ UDFന്റെയും LDFന്റെയും സീറ്റ് നിലകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓരോ ജില്ലയിലും 4 സീറ്റുകൾ വീതം അധികം പിടിച്ചാൽ മാത്രമേ UDFന് അധികാരത്തിൽ വരാൻ പറ്റൂ എന്നൊരു സിമ്പിൾ കാൽക്കുലേഷൻ. 14 ജില്ലകളിലും 4 സിറ്റിംഗ് സീറ്റുകൾ കൂടാതെ 4 സീറ്റുകൾ കൂടി അധികം പിടിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് എങ്ങനെ വർക്കൗട്ട് ആകും എന്നൊരു സംശയമുണ്ടാകും. പക്ഷേ ഈ ഇലക്ഷന്റെ ഇങ്ങനെ അറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ അതിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുകയാണ്. ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടുകൂടി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ മേഖലകളിലൊക്കെ വലിയൊരു മുന്നേറ്റം UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഉണ്ടാക്കിയെടുക്കാൻ, ഘടകകക്ഷികൾക്കല്ല കോൺഗ്രസിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വർക്കലയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥി BRM ഷഫീർ ആയിരുന്നെങ്കിൽ ഇത്തവണ വർക്കലയുടെ സ്വന്തം വർക്കല കഹാറാണ് അവിടെ UDFന് വേണ്ടിയിട്ട് കളത്തിലിറങ്ങി. വർക്കല കഹാർ നിരവധി തവണ വർക്കലയെ പ്രദാനം ചെയ്ത MLA ആയിരുന്നു. സ്വാഭാവികമായിട്ടും വി ജോയിയാണ് വർക്കലയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. വി ജോയി തിരുവനന്തപുരം CPMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. മാറ്റി. വി ജോയി ലോക്സഭയിൽ മത്സരിച്ച് അമ്പയെ പരാജയപ്പെട്ട ആളാണ്. സ്വാഭാവികമായിട്ടും ഒരു ഇടതു വിരുദ്ധത കേരളം മുഴുവൻ അലയടിക്കുമ്പോൾ അത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വി ജോയി അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത്. പിന്നെ വർക്കല കഹാർ കൂടി അവിടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ വർക്കല കഹാറിന് അവിടെ ഒരു മുൻതൂക്കമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന മണ്ഡലമാണ് വർക്കല. ആറ്റിങ്ങലിലേക്ക് പോയാൽ ആറ്റിങ്ങലിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അപ്പോൾ ആറ്റിങ്ങലിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ ഉള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് തോക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. സീരിയസ്ലി തോക്കുക തന്നെ വേണം. കാരണം തിരുവനന്തപുരത്തോ കൊല്ലത്തോ തെക്കൻ ജില്ലകളിലോ SC വിഭാഗത്തിൽ പെടുന്ന കാൻഡിഡേറ്റ്സിനെ കിട്ടാത്തത് കൊണ്ടല്ലല്ലോ നൂലിൽ കെട്ടി രമ്യ ഹരിദാസിനെ പോലെ ഒരാളെ അവിടെ ഇറക്കേണ്ട സാഹചര്യം. പ്രാദേശികമായി പ്രവർത്തിച്ച ഒരുപാട് നേതാക്കളെ മാറ്റി നിർത്തി പാട്ടുപാടി ജയിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നത്. മാത്രമല്ല, ഒരു തവണ MP ആകുന്നു, രണ്ടാമത് തവണ അവരുടെ സിറ്റിംഗ് സീറ്റും പരാജയപ്പെടുന്നു, മൂന്നാമത് അയാൾക്ക് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തിട്ട് അവിടെയും പരാജയപ്പെടുന്നു. 2 പരാജയങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരാളെ ആ ജില്ലയിൽ ഒരു സീറ്റ് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിന്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. രമ്യ ഹരിദാസ് ഉറപ്പായും ചിറയൻകീഴ് തോക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നെടുമങ്ങാട് GR അനിലും മീനാങ്കൽ കുമാറും തമ്മിൽ നടക്കുന്ന മത്സരം, അവിടെ GR അനിലിന് ഒരു ചെറിയ മുൻതൂക്കമുണ്ട്. അത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഈ നെടുമങ്ങാട് നമുക്ക് പറയാം. വാമനപുരത്ത് DK മുരളി അദ്ദേഹം ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ സുധീർ ഷാ പാലോട് ഒരു ചെറുപ്പക്കാരനാണ്, അയാൾ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. നല്ല ഒരു മത്സരത്തിന് അവിടെ വേദി ഒരുക്കുന്നുണ്ട്. കഴക്കൂട്ടത്തേക്ക് വരികയാണെങ്കിൽ സ്റ്റാർ മണ്ഡലമാണ്. അഡ്വക്കേറ്റ് T ശരത്ചന്ദ്ര പ്രസാദ്, കടകംപള്ളി സുരേന്ദ്രൻ, V മുരളീധരൻ പോര്. അവിടെ ഈ BJP അവിടുത്തെ കറുത്ത കുതിരയാകും എന്നാണ് BJPയുടെ കണക്കുകൂട്ടലുകൾ. പക്ഷേ ഈ കടകംപള്ളി സുരേന്ദ്രനെ ഒരുപാട് നെഗറ്റീവുകൾ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും പിന്നെ ചില റെയിൻകോട്ട് ഇട്ട് വരുന്ന പെൺകുട്ടിയുമായിട്ടുള്ള ഫോൺ കോളുകളും ഒക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് എതിർപ്പുകൾ. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഈ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തിയില്ല എന്ന ചോദ്യമോട് പ്രസക്തമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മത്സരം കടുക്കും. മത്സരത്തിന്റെ അവസാനം, ഈ ത്രികോണ മത്സരത്തിന്റെ അവസാനം ഈ CPMഉം BJPയും വോട്ട് പിടിക്കുമ്പോൾ നൈസായിട്ട് അതിന്റെ ഇടയിലൂടെ T ശരത്ചന്ദ്ര പ്രസാദിന് ജയിച്ചു കയറാനുള്ള ഒരു സാധ്യത കഴക്കൂട്ടത്ത് നമുക്ക് കാണുന്നുണ്ട്. വട്ടിയൂർക്കാവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു സ്റ്റാർ മണ്ഡലം K മുരളീധരൻ, കരുണാകരന്റെ മകൻ K മുരളീധരൻ. കരുണാകരന്റെ ലേബൽ ആവശ്യമില്ലെങ്കിൽ പോലും അങ്ങനെ പറയാം. കരുണാകരൻ മകൻ മുരളീധരനും അവിടുത്തെ മേയർ ബ്രോ ആയിരുന്ന VK പ്രശാന്തും R ശ്രീലേഖയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് മത്സരത്തിന് വേദിയാകുന്നു. BJP അവരുടെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. VK പ്രശാന്തിന് ഇടതുപക്ഷത്തിനൊരു മുൻതൂക്കമുള്ള മണ്ഡലമാണ്. എങ്കിലും വട്ടിയൂർക്കാവിന്റെ പഴയ പിതാവ് തിരിച്ചെത്തിയിരിക്കുന്നു. വളർത്തച്ഛനോട് മാറി നിൽക്കാൻ വട്ടിയൂർക്കാവ് പറയുന്ന ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അവിടെ K മുരളീധരൻ പലയിടങ്ങളിലേക്ക് മണ്ഡലം വിട്ടുപോയി എന്നൊക്കെ ആരോപിക്കുന്നവർക്ക് തിരിച്ചു ചോദിക്കുന്നുണ്ട്. മേയറായിരുന്നപ്പോഴല്ലേ VK പ്രശാന്ത് വന്നിവിടെ മത്സരിച്ചത്? അത് ഉപേക്ഷിച്ചിട്ടല്ലേ വന്നത്? VK പ്രശാന്ത് ഈ നാട്ടുകാരനാണോ എന്നൊക്കെ ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. K മുരളീധരൻ അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് കടക്കുന്നു. K മുരളീധരനും VK പ്രശാന്തും. പോരാട്ടത്തിന്റെ ഒടുവിൽ മുരളീധരന് ജയിച്ചു കയറാൻ സാധിക്കുമെന്നാണ് UDF ക്യാമ്പ് വിലയിരുത്തുന്നത്. പിന്നെ തിരുവനന്തപുരത്തേക്ക് വരണം. ജെട്ടിക്കേസിൽ അകപ്പെട്ട് പോയ മുൻ മന്ത്രി ഒഴിഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ്. അവിടെ സിനിമാ താരത്തെ ഇറക്കിക്കൊണ്ട് CPM പാർട്ടി ചിഹ്നത്തിൽ ഒരു വലിയ പോരാട്ടത്തിന് നാന്ദി കുറിച്ചിരിക്കുന്നു. സുധീർ കരമന അവിടെ NDAയുടെ സ്ഥാനാർത്ഥി കരമന ജയനാണ്. കരമന ജയൻ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥാനാർത്ഥിയാണ്, കിട്ടാവുന്നതിൽ നല്ല സ്ഥാനാർത്ഥിയാണ്. ഇപ്പുറത്ത് മത്സരിക്കുന്നത് CP ജോണാണ്. നമുക്ക് ഈ CP ജോൺ
എത്രയോ കാലങ്ങളായി UDF-നൊപ്പം നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി. ജയിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് നിഷ്പക്ഷമതികളായ എത്രയോ കാലങ്ങളായി പറയുന്നു. ഇത്തവണയാണ് അതൊരു സാധ്യത വന്നിരിക്കുന്നത്. CP ജോണിന്റെ കപ്പൽ കര തൊടാനാണ് അവിടെ സാധ്യത. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഒരു മന്ത്രി സ്ഥാനത്തേക്ക് വരും. അത് CP ജോൺ ആയിരിക്കും. CP ജോണിന് തന്നെയാണ്, സുധീർ കരമനയൊന്നുമല്ല. സിനിമാക്കാരുടെ ഗിമിക്കുകളൊന്നും അവിടെ വിലപ്പോകാൻ പോകുന്നില്ല. CP ജോൺ തിരുവനന്തപുരത്തിന്റെ MLA ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നിയമത്തേക്ക് വരണം. ഇടതുപക്ഷവും BJP-യും ഒരുപോലെ കണ്ണുവെക്കുന്ന നിയമം. രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം കേരളത്തിൽ ജയിച്ച് മുഖ്യമന്ത്രിയാകാൻ ഇരിക്കുന്ന ആളാണ്. ഒരു സീറ്റ് കിട്ടിയാൽ മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വി ശിവൻകുട്ടി ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ മന്ത്രിയാകാൻ സാധ്യതയുള്ള ആൾ. KS ശബരിനാഥൻ ഉറപ്പായും UDF അധികാരത്തിലെത്തിയാൽ മന്ത്രി കസേരയിലേക്ക് പരിഗണിക്കപ്പെടുന്ന ആൾ. ഈ അടുത്തിടെ കണ്ട ഫൈറ്റർമാരിൽ UDF-ലെ ഫൈറ്റർമാരിൽ ഒരാൾ. ഒരു സാധ്യതയും ഇല്ലാതിരുന്നിട്ട് പോലും കോർപ്പറേഷനിൽ പോയി മത്സരിച്ച XMLA അദ്ദേഹത്തിന്റെ ധൈര്യത്തെ വാനോളം പുകഴ്ത്തേണ്ടിയിരിക്കുന്നു. അവിടെ വി ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേഖരൻ ഫൈറ്റിനെ കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒട്ടും മറന്നു പോകരുത് KS ശബരിനാഥന്റെ പേര്. കാർത്തികേയന്റെ മകൻ KS ശബരിനാഥൻ ചില്ലറക്കാരനല്ല. ഞാൻ വീണ്ടും പറയുന്നു, എഴുതി വെച്ചോളൂ, രാജീവ് ചന്ദ്രശേഖർ നിയമസഭ കാണില്ല. കേരള നിയമസഭ രാജീവ് ചന്ദ്രശേഖർ കാണില്ല. അവിടെ വി ശിവൻകുട്ടിക്കോ KS ശബരിനാഥിനോ ആണ് സാധ്യത. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ BJP പിടിക്കുന്ന വോട്ടുകൾ, CPM പിടിക്കുന്ന വോട്ടുകൾ, ഇതിനിടയിലൂടെ നിഷ്പക്ഷമതികളായ ട്രെൻഡ് സെറ്റായി വരുമ്പോൾ KS ശബരിനാഥൻ XMLA, KS ശബരിനാഥൻ MLA ആകാനോ UDF മന്ത്രിസഭയിൽ മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും നിയമത്ത് കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്ന നിയമമല്ല, BJP കോട്ടയല്ല നിയമം. രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കില്ല, എഴുതി വെച്ചോളൂ. അരുവിക്കര KS ശബരിനാഥനെ മാറ്റി VS ശിവകുമാരനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് വെറുതെ അല്ല എന്ന് എനിക്കൊന്ന് മേഘയുടെ മണ്ഡലമാണ് അരുവിക്കര അല്ലെ. G. സ്റ്റീഫൻ നാടാർ സമുദായത്തിലെ പ്രതിനിധിയായി വിജയിച്ചു വന്ന G. സ്റ്റീഫൻ. വിവേക് ഗോപൻ സിനിമാ താരമൊക്കെ ഉണ്ട് അവിടെ. നിങ്ങളുടെ മണ്ഡലത്തിൽ സിനിമാക്കാരൊക്കെ മത്സരിക്കുന്നുണ്ട്. VS ശിവകുമാർ ഒന്നും അറിയാതെ എവിടെയെങ്കിലും മത്സരിക്കാൻ വേണ്ടി ഒരു സീറ്റ് ചോദിച്ചു പോകുന്ന ആളല്ല VS ശിവകുമാർ. ജയിച്ചു വന്നാൽ മന്ത്രിയാകേണ്ട ആളാണ്, അപ്പൊ മന്ത്രി ആയിരുന്ന ആളാണ്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ജയിച്ചാൽ മന്ത്രിയാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് അരുവിക്കരയുള്ളത്. അരുവിക്കരയിൽ ഇത്തവണ അട്ടിമറി വിജയം VS ശിവകുമാർ നേടും. അതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തു പറയുന്നു, സ്വന്തം നാടാ? എനിക്കും അങ്ങനെ തന്നെയാണ് അഭിപ്രായം. കഴിഞ്ഞ തവണ G. സ്റ്റീഫന് വോട്ട് ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്. കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന് തന്നെ 10ഓളം വോട്ട്, ഒരു കുടുംബത്തിൽ നിന്ന് 10 വോട്ടുകൾ വരെ G. സ്റ്റീഫന് പോയ കോൺഗ്രസ് കുടുംബങ്ങളെ എനിക്ക് നേരിട്ടറിയാം. അവരെല്ലാം ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. VS ശിവകുമാറിന് തന്നെ വോട്ട് ചെയ്യുമെന്ന് പറയുന്ന നേരിട്ട് സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യമാണ്. VS ശിവകുമാറുടെ അട്ടിമറി വിജയത്തിലേക്ക് വരും. പാറശാലയിൽ നെയ്യാറ്റിൻകര സരൽ CK ഹരീന്ദ്രൻ, അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ, ഈ 3 പേര് മത്സരിക്കുമ്പോൾ അവിടെ CK ഹരീന്ദ്രന് തന്നെയാണ്. CK ഹരീന്ദ്രൻ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന നല്ല കാൻഡിഡേറ്റ് തന്നെയാണ് CK ഹരീന്ദ്രൻ. അത് ഇടതുപക്ഷത്തിനൊപ്പം തന്നെ പാറശാല നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാട്ടക്കടയിൽ MR ബൈജു, IB സതീഷ്, PK കൃഷ്ണദാസ്, 3 നല്ല സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അവിടെ IB സതീഷിന് തന്നെയാണ് മുൻതൂക്കം പറയേണ്ടുന്നത്. കോവളത്തേക്ക് വന്നാൽ M. വിൻസെന്റ്, ഭഗത് റൂഫസ്, TN സുരേഷ് മത്സരം. അവിടെ M. വിൻസെന്റും ഭഗത് റൂഫസും തമ്മിലുള്ള മത്സരമാണ്. പക്ഷേ ഈ മത്സരം ഇത് കോവളത്തൊക്കെ സത്യം പറഞ്ഞ മത്സരം ഇല്ലെന്നേ പറയാം. M. വിൻസെന്റ് എന്നല്ലാതെ മറ്റൊരു പേര് കോവളത്തിന് കേൾക്കാനില്ല. കോവളത്തിന്റെ ജനപ്രതിനിധിയായ M. വിൻസെന്റ് തന്നെ വീണ്ടും MLA ആയി വരുന്ന കാഴ്ച നമുക്ക് കാണാം. നെയ്യാറ്റിൻകരയിൽ K. അൻസലിനെ സംബന്ധിച്ചിടത്തോളം അൻസലിന്റെ ഒരു തട്ടകമാക്കി വെച്ചിരിക്കുന്ന നെയ്യാറ്റിൻകരയാണ്. അവിടെ N. ശക്തനെ ഇറക്കി ശക്തമായ പോരാട്ടത്തിന് UDF നാന്ദ്യം കുറിക്കുമ്പോൾ വിജയത്തിന്റെ അവസാനം UDF ട്രെൻഡിൽ ശക്തൻ ജയിച്ചു വരും എന്ന് തന്നെയാണ് വലതുപക്ഷ ക്യാമ്പിന്റെ വിശ്വാസം. നോക്കൂ, ഞാൻ ഇവിടെയാണ് പറഞ്ഞത് സാധ്യത ഇങ്ങനെയാണ്. വർക്കലയിൽ സീറ്റ് UDF-ന് നേടാനുള്ള സാധ്യതയുണ്ട്. ആറ്റിങ്ങലും ചിറയൻകീഴും വിട്ടുകളഞ്ഞാൽ നെടുമങ്ങാട് 50-50 സാധ്യതയുണ്ട്. വാമനപുരത്ത് 50-50 സാധ്യതയുണ്ട്. കഴക്കൂട്ടത്ത് നമുക്ക് സാധ്യത പറയാൻ സാധിക്കും. വട്ടിയൂർക്കാവിൽ സാധ്യത പറയാൻ സാധിക്കും. തിരുവനന്തപുരം സെൻട്രൽ സാധ്യത പറയാൻ സാധിക്കും. നേമം സാധ്യത പറയാൻ സാധിക്കും. അരുവിക്കരയിൽ ഉറപ്പ് പറയാൻ സാധിക്കുന്ന പോരാട്ടം. പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നാൽ കോവളവും നെയ്യാറ്റിൻകര 8 സീറ്റുകൾ വരെ, അത് വേണമെങ്കിൽ 9 സീറ്റുകൾ വരെ ആകാം. ഇത്തവണ തിരുവനന്തപുരത്ത് UDF-നെ നേടാൻ പോകുന്നു. ഇതിൽ പലരും സ്റ്റാർ ക്യാമ്പയിനേഴ്സാണ്. തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിമാർ എത്ര പേർ നോക്കൂ, LDF-ൽ എത്ര മന്ത്രിമാർ തിരുവനന്തപുരത്തിനുണ്ട് എന്ന് ചിന്തിക്കണം. ഇതിൽ മന്ത്രിമാരാകാൻ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സ് എത്ര പേരാണെന്ന് അറിയാമോ? വർക്കല കഹാർ മന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളാണ്. ഞാൻ ഈ പറഞ്ഞ പേരുകളാണ്. ശരത് ചന്ദ്ര പ്രസാദ്, K. മുരളീധരൻ ഉറപ്പായും മന്ത്രിയാണ്. CP ജോൺ ഉറപ്പായും മന്ത്രിയാണ്. ശബരിനാഥൻ മന്ത്രിയാണ്. VS ശിവകുമാർ മന്ത്രിയാണ്. ഈ പറയപ്പെടുന്ന
വിൻസെന്റ് എൻ ശക്തൻ സ്പീക്കറോ ഒക്കെ ആകാൻ സാധ്യതയുള്ള ആളാണ്. എൻ ശക്തനൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടുന്ന ആളുകളാണ്. ഇപ്പൊ എല്ലാ മന്ത്രിമാരെയും തിരുവനന്തപുരത്തിന് തന്നെ കൊടുക്കേണ്ടുന്ന ഒരു സാധ്യതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ഇത്തവണ UDF ആറാട്ടം. 14 8 സീറ്റുകൾ വരെ UDF നേടിയേക്കാം.